6 ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ യജ്ഞത്തിനുള്ള ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. വാസ്തുവിദ്യ ഉണ്ടാകുന്നതും യജ്ഞവേദി കെട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശുഭസമയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ജ്യോതിഷത്തെ ഉപയോഗിച്ചിരുന്നത്. ഹോര എന്ന അതേ ശബ്ദം തന്നെയാണ് HOUR അവർ എന്ന ഇംഗ്ലീഷ് ശബ്ദത്തിലിരിക്കുന്നത്. ഈ ഹോര എന്നുള്ള ശബ്ദം തന്നെയാണ്. അത് ഇംഗ്ലീഷുകാർക്ക് കിട്ടിയത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഹൗറ എന്ന് ഉച്ചരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ ഹൗറ എന്ന പദത്തിൽ നിന്നാണ്. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനമുണ്ടായപ്പോൾ അത് റോമിലേക്ക് വരുന്നു. റോമിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റാലിയൻ സംസ്കാരത്തിൻ്റെ വ്യാപനം 14ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലാകെ ബാധിക്കുമ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് ഈ അവർ എന്ന പദം കിട്ടുന്നത്. 1 മണിക്കൂർ എത്രയാണ്? 2.5 നാഴികയാണ്. അപ്പോൾ സങ്കല്പത്തിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ 2.5 നാഴികയെ ആസ്പദമാക്കി 5 നാഴിക ചേരുന്നതാണ് സാധാരണഗതിയിൽ, അല്പം വ്യത്യാസം വരും കണക്കിന്. 5 നാഴിക ചേരുന്നതാണ് ഒരു രാശി. ആ ഒരു രാശിക്ക് 30 ഡിഗ്രിയാണ്. അങ്ങനെ 30 ഡിഗ്രി 12 രാശികളായി വരുമ്പോൾ 360 ഡിഗ്രി വരും. 360 ഡിഗ്രി വന്നപ്പോൾ ഒരു അണ്ഡാകൃതിയുള്ള ഈ ജ്യോതിശ്ചക്രം പൂർത്തിയായി. അങ്ങനെ 360 ഡിഗ്രിയാണ്. ഒരു വൈറസിൻ്റെ ആകൃതിയെക്കുറിച്ച് ഐൻസ്റ്റീൻ പറയുന്നത് അത് ഡോഡെക്കാഹെഡ്രോൺ എന്നാണ്. DODECA ഡോഡെക്കാഹെഡ്രോൺ. ഡോ എന്ന് വെച്ചാൽ ദ്വി, സംസ്കൃതത്തിലെ ദ്വിയാണ്. ഡെക്ക എന്ന് വെച്ചാൽ ദശമാണ്. ഈ ദശം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ഉച്ചാരണം ദശം എന്നാണ്. അപ്പോൾ DECA എന്ന് വെച്ചാൽ ദശ. അപ്പോൾ ഡോഡെക്ക എന്ന് വെച്ചാൽ എന്താണ്? 20ആണ്. ഹെഡ്രോൺ എന്ന് വെച്ചാൽ രൂപം. ഡോഡെക്കാഹെഡ്രോൺ എന്നതിനെ നാം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ത്രിഭുജം എന്ന് പറഞ്ഞാൽ 3 കോണുള്ളത് എന്നാണ് അർത്ഥം. ചതുർഭുജം 4 കോണുള്ളത്. അപ്പോൾ ഒരു വൈറസിൻ്റെ രൂപം സൂക്ഷ്മദർശനിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ രൂപം 20 ഭുജക്ഷേത്രമായിരിക്കും. ത്രിഭുജക്ഷേത്രമാണ് ത്രികോണം, ചതുർഭുജക്ഷേത്രമാണ് ചതുരം. 20 ഭുജങ്ങളുള്ള ഒരു ജാമിതീയ രൂപമാണ് എന്ത്? ഈ വൈറസ്. അങ്ങനെ 20 രൂപമുള്ള ഏറ്റവും ബൃഹത്തായ ജാമിതീയ രൂപമാണ് കോസ്മോസ്, പ്രപഞ്ചം. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ആകൃതി, അങ്ങനെയാണ് പ്രപഞ്ചം ഇരിക്കുന്നത്. ഈ ജ്യോതിശ്ചക്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ 20 എന്ന് വെച്ചാൽ 20 ഭുജക്ഷേത്രത്തിലെ ഓരോ കോണുകളും തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട്, ഋജുരേഖ കൊണ്ട് ബന്ധിക്കുമ്പോഴുണ്ടാകുന്ന രൂപമാണ് 12 രാശികൾ. ഈ ജ്യോത്സ്യന്മാർ ജാതകത്തിൽ ഇങ്ങനെ വരച്ചു വയ്ക്കുമല്ലോ 12 കളം. ഈ 12 കളം വെറുതെ ഇങ്ങനെ 8 കളിക്കുന്നതിന് വേണ്ടി വരച്ചു വച്ചിരിക്കുന്നത് പോലെയുള്ള കളം വരച്ചു വച്ചിരിക്കുന്നതിന് പിന്നിൽ ഇങ്ങനെ ബൃഹത്തായ ഒരു ശാസ്ത്രസങ്കല്പമുണ്ട്. യുക്തിപൂർവമായ അനിഷേധ്യമായ ഒരു ശാസ്ത്രസങ്കല്പത്തിൻ്റെ ദൃഢീഭൂതമായ പശ്ചാത്തലത്തിലാണ് ഈ കളം വരച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിന് 360 ഡിഗ്രി. അപ്പോൾ അതൊരു 20 ഭുജക്ഷേത്രമാണ്. ഏറ്റവും ചെറിയ പരമാണുവിൻ്റെ രൂപം 20 ഭുജക്ഷേത്രമാണ്. അതുപോലെ തന്നെ ബ്രഹ്മാണ്ടത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ ജ്യോതിശ്ചക്രത്തിൻ്റെ രൂപവും 20 ഭുജക്ഷേത്രമാണ്. ഇതൊക്കെ പ്രതിപാദിക്കുന്ന, ഐൻസ്റ്റീനെ കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ പ്രാചീനമായ ഗണിത സിദ്ധാന്തം, ഗണിതശാസ്ത്രം. ഇതിൻ്റെ അടിസ്ഥാനം ഗണിതശാസ്ത്രമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തർക്കശാസ്ത്രമാണ്. തർക്കശാസ്ത്രം എന്ന് പറയുന്നതിനെ വ്യാപകമായി സൂചിപ്പിക്കുന്നതാണ് ന്യായദർശനം.